ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള എന്നാൽ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിന്റെ റെസിപ്പിയാണ്. ഇത് വെറുതെ കഴിക്കാനാണെങ്കിലും ഭയങ്കര ടേസ്റ്റ് ആണ്. അതല്ല നിങ്ങൾക്ക് ഏതെങ്കിലും കറികളുടെ കൂടെ വേണം കഴിക്കാനാണെങ്കിൽ ഏത് കറികളുടെ കൂടെ വേണമെങ്കിലും ചേരും. അതുപോലൊരു പലഹാരമാണ്. എത്ര കഴിച്ചാലും മടുക്കാത്ത, അതുപോലെ തന്നെ ജോലിക്കൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഐറ്റമാണ്. കറികളില്ലാതെയും കറികളോടുകൂടിയും എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത അരിപ്പൊടി തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കുക. എങ്കിലേ പലഹാരം നല്ല പെർഫെക്റ്റ് ആയിട്ടും ടേസ്റ്റ് ആയിട്ടും കിട്ടുള്ളൂ. 250 ml കപ്പിന്റെ അളവിൽ 1.25 കപ്പ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി വേണ്ടത് ചോറാണ്. ബാക്കി വന്നതോ അല്ലാന്നുണ്ടെങ്കിൽ ചൂട് ചോറോ ഏതായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അരക്കപ്പ് അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏത് അരിയുടെ ചോറായിരുന്നാലും കുഴപ്പമില്ല. പിന്നെ വേണ്ടത് തൈരാണ്. തൈര് പുളിപ്പുള്ളതോ പുളിപ്പില്ലാത്തതോ ഏത് വേണമെങ്കിലും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഈ പലഹാരത്തിന് ചെറിയൊരു പുളിപ്പുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി അത് ഇഷ്ടമല്ലാത്തവർ പുളിപ്പില്ലാത്ത തൈര് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിന്റെ അളവിൽ 1/4 കപ്പ് തൈരാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ചെറിയൊരു പുളിപ്പുള്ള തൈരാണ്. നല്ല പുളിപ്പുള്ള തൈരാണെന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിലുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയ ജീരകമാണ്. അതും കൂടെ 1 സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പലഹാരം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു സോഡാപ്പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പലഹാരത്തിന് നല്ലൊരു മണത്തിനും ഒരു പ്രത്യേക ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലൊരു സ്പൂണിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 30 മില്ലിയുടെ സ്പൂണിൽ 2 സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മണമില്ലാത്ത ഏത് ഓയിലായിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ആവശ്യമായിട്ട് വരും. ആദ്യം തന്നെ ആ ഒരു വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അരക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഇത്രയും ഒഴിച്ചു കൊടുത്തതിന് ശേഷം അരയ്ക്കാനായിട്ട് എടുത്തത്. അരച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് അരക്കപ്പ് അളവിലുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടാണ് ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഇവിടെ ഒരു സ്റ്റീലിന്റെ പ്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അരച്ചു വെച്ച ആ ഒരു മിക്സ് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ കറക്റ്റ് പരുവം മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അങ്ങനെ ഞാനിവിടെ ഈ ഒരു മാവ് മുഴുവനായിട്ടും ഈ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് മുളക് പൊടി ഇതുപോലൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു പലഹാരത്തിന് ലൈറ്റ് ആയിട്ടുള്ള ഒരു എരിവ് കിട്ടാനും അതുമാത്രമല്ല കാണാനൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ഇത് വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു റിങ് ഇറക്കി വെച്ചിട്ട് അതിനുള്ളിലേക്കാണ് ഈ പ്ലേറ്റ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിന്റെ അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം. എയർ ടൈറ്റ് ചെയ്തിരിക്കാനായിട്ട് ഇതിന്റെ ഹോളിൽ ഒരു പേപ്പർ തിരികെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ആ ഒരു വെള്ളം തിളയ്ക്കുന്നവരേക്കും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടും അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടും ഇത് വേവിച്ചെടുക്കണം. ശ്രദ്ധിച്ചിരിക്കണം, പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും. കുറച്ച് വെള്ളം ആയതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു 15-20 മിനിറ്റിനകം ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഇതാ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ചൂടോട് കൂടി ആയതുകൊണ്ടാണ് ഇതുപോലെ ഇളക്കി കൊടുക്കേണ്ടി വരുന്നത്. ചൂടാറിയിട്ടാണെന്നുണ്ടെങ്കിൽ അത് തനിയെ വിട്ടുവരും. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ ഒരു വലിപ്പത്തിൽ. ഇനി ഇത് ഇങ്ങനെ തന്നെ കഴിക്കണമെന്നുള്ളവർക്ക് ഇങ്ങനെ കഴിക്കാം. ഞാനിതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞ് പോലെ ഒരു അടിപൊളി പലഹാരമാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയല്ല, വളരെ കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് 2 ഭാഗവും ഒന്ന് മൊരിയിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആദ്യം ഒരു പീസ് എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നിച്ചിട്ട് കൊടുക്കാൻ പറ്റത്തില്ല, അപ്പോൾ നമുക്ക് അതിൻ്റെ ആകൃതി ഷേപ്പൊക്കെ വിട്ടുപോകും. ഒരു 30-40 സെക്കൻഡ് ഒരു ഭാഗം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നതിന് ശേഷം ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു ഭാഗവും കൂടി ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇതൊന്നുകൂടി തിരിച്ചിട്ടിട്ട് കാണിച്ചു തരാം. ഈ ഒരു മുകൾ ഭാഗം പോലെ താഴത്തെ ഭാഗവും റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പോൾ നല്ല രീതിയിൽ ഇത് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇതേപോലെ തന്നെ എല്ലാം ചെയ്തെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്.
അപ്പോൾ ഇതാ നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല പലഹാരം റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.